തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഡൽഹിയിലെ ഒരു ഹോട്ടലിലാണ് സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള വിശദാംശങ്ങൾ അറിഞ്ഞു തുടങ്ങുന്നതുള്ളൂ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സുനന്ദ പുഷ്കറും ശശി തരൂരും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുകയായിരുന്നു. ശശി തരൂരിന് പാകിസ്ഥാനിലെ മാധ്യമപ്രവർത്തകയുമായി ബന്ധമുണ്ടെന്നും ഭാര്യ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും അത് തന്നെ തകർത്തുവെന്നും സുനന്ദ പുഷ്കർ ട്വീറ്റ് ചെയ്തിരുന്നു. തുടർന്ന് സംഭവം വിവാദമായതിനെ തുടർന്ന് തന്റെ പ്രസ്താവന തിരുത്തുകയും ശശി തരൂരുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് സുനന്ദ പുഷ്കർ റീട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഡൽഹിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ. വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഡൽഹിയിൽ ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരീഷ്, എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ? ഹരീഷിലേക്ക് ഞാൻ തിരിച്ചു വരാം. സുനന്ദ പുഷ്കർ, ശശി തരൂരിന്റെ പത്നി സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഡൽഹിയിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2010 ശശി തരൂരിനെ സുനന്ദ പുഷ്കർ വിവാഹം കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സുനന്ദ പുഷ്കറും ശശി തരൂരും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ സുനന്ദ പുഷ്കറിന്റെ മരണവാർത്തയാണ് പുറത്തു വരുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഹരീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരീഷ്, എന്തൊക്കെ വിവരങ്ങളുണ്ട് കയ്യിൽ? ഗോപി, ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള പ്രാഥമികമായ വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പുതിയ സൂചന നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഡൽഹിയിലെ സരോജിനി നഗറിന് അടുത്തുള്ള ലീല പാലസ് ഹോട്ടലിലാണ് സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് നൽകാനാവുന്ന സൂചന. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഔദ്യോഗിക ഏജൻസികളുടെ ഭാഗത്തു നിന്നോ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഹോട്ടൽ മുറിയിൽ എന്തിനാണ് സുനന്ദ പുഷ്കർ ഹോട്ടലിലേക്ക് പോയത്, എപ്പോൾ മുതൽ അവർ അവിടെയുണ്ട്, എപ്പോഴാണ് കൃത്യമായി ഏത് സമയത്താണ് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നുള്ള, ആരാണ് കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങളെല്ലാം വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശശി തരൂരുമായുള്ള വിവാഹബന്ധം വേർപെടുത്താനിരിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരികയും പിന്നീട് ഇരുവരും ചേർന്ന് അത് നിഷേധിക്കുകയും അതിനെ തുടർന്നുള്ള വിവാദങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഉൾപ്പെടെ സുനന്ദ പുഷ്കറിന്റെ വിവിധ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. എന്തായാലും വിവാദം കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ സുനന്ദ പുഷ്കറിനെ ഡൽഹിയിൽ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ട്വിറ്റർ മെസ്സേജുകൾ അത് അൺഓതറൈസ്ഡ് ആയിട്ട് തങ്ങളുടെ ട്വിറ്ററിൽ നിന്ന് പുറത്തു പോയതാണ്. അത്തരം ഒരു മെസ്സേജ് ട്വീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ആ വാർത്തകളെ നിഷേധിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ശശി തരൂരും അദ്ദേഹത്തിൻ്റെ പത്നി സുനന്ദ പുഷ്കറും അന്ന് പ്രതികരിച്ചിരുന്നത്. ഇത് ഏറെ വിവാദങ്ങൾക്കും സംശയങ്ങൾക്കും ഇട നൽകുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ മരണവാർത്ത വരുന്നതിന് മുൻപെല്ലാം തന്നെ അവർ ഒരുമിച്ച് ഒരേ വേദിയിൽ പ്രത്യക്ഷപ്പെടുകയും ഒപ്പം നിൽക്കുകയുമായിരുന്നില്ലേ? ഗോപി, ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ച് പല വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. സുനന്ദ പുഷ്കർ ശശി തരൂരുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകൾ കുറെ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സുനന്ദ പുഷ്കറിന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരം ഒരു സ്ഥിരീകരണം ലഭിച്ചതായി ഒരു ദേശീയ മാധ്യമത്തിൽ ഉൾപ്പെടെ വാർത്ത വരികയും അത് സംബന്ധിച്ച് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ ഉൾപ്പെടെ വാദപ്രതിവാദം പോലെയുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ഈ വാർത്ത നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ ആ വാർത്ത നിഷേധിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഉന്നത തലത്തിലുള്ള ഇടപെടലിനെ തുടർന്നാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയം കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധമുണ്ടെന്നും അത് പാകിസ്ഥാൻ കാര്യമായ മാധ്യമപ്രവർത്തകയാണെന്നും പാക് ഏജന്റ് ആണെന്നുമുള്ള ആരോപണങ്ങൾ വരുന്നത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഉന്നത തലത്തിലുള്ള ഇടപെടൽ നടത്തിയാണ് രണ്ടുപേരെ കൊണ്ടും അത്തരത്തിലൊരു സംയുക്ത പ്രസ്താവന ഇറക്കിച്ചത് എന്നുള്ള രൂപത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. BJP പരസ്യമായി ആ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്.
ഇതിനു പിറകിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് വ്യക്തമാവൂ. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഗോപി. ഹരീഷ്, മെഹർ തരാർ എന്ന പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തക ISI ഏജന്റാണെന്നും മെഹറിന് ശശി തരൂരുമായി അവിഹിത ബന്ധമുണ്ട് എന്ന സംശയവുമാണ് ട്വിറ്ററിലൂടെ സുനന്ദ പുഷ്കർ ലോകത്തോട് പറഞ്ഞത്. തുടർന്ന് ഒരു തിരുത്തൽ സ്റ്റേറ്റ്മെന്റും പുറത്തു വന്നു ഇരുവരുടേതുമായി. അതിൽ ഒടുവിൽ പറഞ്ഞത് സുനന്ദ പുഷ്കർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അസുഖബാധിതയെ ആശുപത്രിയിലായിരുന്നു എന്നാണ്. ഇന്നിപ്പോൾ മരണവാർത്ത വരുമ്പോൾ ഇതിൻ്റെ സ്ഥിരീകരണം ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് കിട്ടുന്നുണ്ടോ? എപ്പോഴാണ് സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായുള്ള വാർത്തകൾ പുറത്തു വന്നത്? ഗോപി, ഇപ്പോൾ അല്പം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് എന്ന് പറയാം, അപ്പോൾ മാത്രമാണ് സുനന്ദ പുഷ്കർ ഡൽഹിയിൽ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഡൽഹിയിൽ സരോജിനി നഗറിനടുത്തുള്ള ലീല പാലസ് ഹോട്ടലിലാണ് സുനന്ദ പുഷ്കറിനെ കണ്ടെത്തിയതെന്നുള്ള ഒരു സൂചന ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരാനുള്ള സമയമാവുന്നതേ ഉള്ളൂ. നമുക്കറിയുന്നത് പോലെ തന്നെ വളരെ ഒരു വലിയ വിവാദത്തിൽ നിൽക്കുകയും അതുപോലെ തന്നെ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഭാര്യയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ലഭിക്കുന്നതിനും വിവരം ലഭിക്കുന്നതിനും അല്പം സമയമെടുക്കും. നമുക്ക് മറ്റു ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രം ആണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. ഏതു സമയത്താണ് സുനന്ദ പുഷ്കർ ഈ ഹോട്ടലിൽ പോയത്, അവിടെ അവരുടെ പേരിലാണോ മുറിയെടുത്തത്, അല്ലെങ്കിൽ ശശി തരൂർ ഒപ്പം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും നമുക്ക് ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഹോട്ടൽ അധികൃതരോ ആരും തയ്യാറായിട്ടില്ല. ആരിൽ നിന്നും വ്യക്തമായ വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ഔദ്യോഗിക ഏജൻസികൾ ആരും, ഈ വാർത്ത തന്നെ സ്ഥിരീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള നില. ഇതുമായി നമ്മൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ലെങ്കിലും ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹരീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ഹരീഷ്, കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കൂ. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ശശി തരൂർ, കേന്ദ്ര സഹമന്ത്രിയുടെ ഭാര്യ സുനന്ദ പുഷ്കറിനെ ഡൽഹിയിലെ ഹോട്ടൽ ലീല പാലസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നത്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ അടുത്ത ദിവസങ്ങളിൽ തരൂരുമായുള്ള ബന്ധം വേർപെടുത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ശശി തരൂരിന് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ മെഹർ തരാറുമായി ബന്ധമുണ്ടെന്നും സ്ത്രീ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ഇത് തന്നെ തകർത്തുവെന്നും സുനന്ദ പുഷ്കർ നേരത്തെ ട്വിറ്ററിലൂടെ ലോകത്തെ അറിയിച്ചിരുന്നു. തുടർന്ന് ശശി തരൂർ തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തതായും തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് കുറച്ച് സമയത്തേക്ക് ഉണ്ടാകില്ല എന്നും വിവരങ്ങൾ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് സംഭവം വിവാദമായപ്പോൾ ഇരുവരും ചേർന്ന് തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളില്ലെന്നും ട്വിറ്റർ അക്കൗണ്ടിൽ മറ്റാരോ കടന്നു കയറിയതാണ് എന്ന വിശദീകരണവും നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത് ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ ഡൽഹിയിലെ ലീല പാലസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നതാണ്.